ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാട്ടത്തെ കിളിക്കൂടിൽ തലേ ദിവസം ഒരു പൊരിഞ്ഞ തല്ലുണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ആരായിരുന്നു? നമ്മുടെ സുധീഷും ഹരീഷും. അതും സുഭാഷേട്ടൻ്റെ കല്യാണത്തിൻ്റെ പേരിലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ സുധീഷ് നല്ല രീതിക്ക് കുളിച്ച് ഒരുങ്ങി അവൻ നിധീനെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആകൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചു. അതുപോലെ തന്നെ വിളക്ക് കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഭയങ്കര പ്രഹസനമായിരുന്നു കേട്ടോ. പക്ഷെ നിധി അതൊന്നും കാണാത്ത രീതിക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹോളിൽ സുഭാഷേട്ടനും നികേഷും ഹരീഷും സുധീഷും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നുണ്ട്. അതായത് നമ്മുടെ ഹരീഷും സുധീഷും തന്നെ. പിന്നെയും സുഭാഷേട്ടൻ പിടിച്ച് മാറ്റാൻ കേട്ടോ അവരെ. എന്താ നിങ്ങൾക്ക് ബോധമില്ലേ? നിധി പറഞ്ഞത് കേട്ടില്ല, കുട്ടി ഇവിടുന്ന് പോയാലോ, എന്താണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷേട്ടൻ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നിധി പുറത്തേക്ക് വരുന്നുണ്ട്. അവൾക്ക് വരെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു തല്ല് കഴിഞ്ഞ മകൻ ഉണ്ടെന്ന്. അപ്പോൾ അവളൊന്നും മിണ്ടാതെ തന്നെ പുറത്തേക്ക് പോവാണ് കേട്ടോ. പുറത്തേക്ക് പോയി അവൾ വാഷ്റൂമിലേക്ക് പോയതായിരുന്നു. പോയ പാടെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. അതും ഫേസൊക്കെ വല്ലാണ്ട് മാറിയിട്ട് അവൾ വരുന്നത്, ചുമച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പം കാരണം എന്തെന്ന് വെച്ചാൽ ഭാസ്കരൻ പോയിട്ടുണ്ടായിരുന്നു. ഭാസ്കരൻ ബാത്റൂമിൽ നിന്ന് സിഗരറ്റ് വലിച്ചതുകൊണ്ടാണ് നിധിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നത്. അങ്ങനെ അവൾ വേഗം അകത്തേക്ക് പോയപ്പോൾ തന്നെ സുഭാഷേട്ടൻ തലയിൽ കൈവച്ചിട്ട് പറയുന്നുണ്ട്, അയ്യോ അച്ഛൻ ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇനി എന്തെങ്കിലും വൃത്തികേടാക്കി വെച്ചോ ആവോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സുധീഷ് പോവാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ അവന് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഉള്ളിൽ പുകച്ചിട്ടുണ്ട്, അതിൻ്റെ സ്മെല്ലാണ് നിധിക്ക് പറ്റാണ്ട് അവൾ ആ പുറത്തേക്ക് വന്നത്. അപ്പം ആ ദേഷ്യത്തിൽ പുറത്ത് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്ന ഭാസ്കരനോട് ചൂടാവാനായിട്ട് പോവാണ് കേട്ടോ സുധീഷ്. എന്നിട്ട് അവൻ നന്നായിട്ട് ഭാസ്കറിന് ചീത്ത പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഞങ്ങൾ എത്ര തവണ നിങ്ങളോട് പറഞ്ഞു വാഷ്റൂം യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള, അപ്പോൾ വൃത്തിയിൽ യൂസ് ചെയ്യണം. ചിലപ്പോൾ ആണെങ്കിൽ നിങ്ങൾ വെള്ളം പോലും ഒഴിക്കില്ല, ബാക്കി ഇതിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പുകച്ചിട്ട് പോരും. ഭാസ്കരൻ അതൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞിട്ട് പറയാൻ കേട്ടോ, ഞാൻ നിന്നെ ഒരുപാട് പിച്ച വെക്കാൻ പഠിപ്പിച്ചതല്ലേ, ഇനി നീ എന്നെ കക്കൂസുപോകാൻ പഠിപ്പിക്കടാ. അത് കേട്ടപ്പോൾ സുധീഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൻ നന്നായിട്ട് അച്ഛനെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് നിധി പുറത്തേക്ക് വരുന്നത്. കൂടെ തന്നെ സുഭാഷേട്ടനും നികേഷും ഹരീഷും ഒക്കെ ഉണ്ട് കേട്ടോ. നിധിയാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്. അവൾ എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾക്കെന്താ തീരെ ബോധമല്ലേ, എപ്പോഴും ഇങ്ങനെ കടിച്ചു കയറാൻ നിൽക്കുന്നത്? നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണോ സംസാരിക്കാറുള്ളത്? എന്ത് സ്വഭാവമാണത്? കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എന്താ മര്യാദയ്ക്ക് അറിയില്ലേ? ഇത് എപ്പോൾ നോക്കിയാലും തല്ലും പിടിയും മാത്രമേ ഉള്ളൂ. എന്ത് സ്വഭാവമാണത്? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതല്ല നിധി, ഇയാൾക്ക് യൂസ് ചെയ്യാനുള്ള ബാത്റൂം ഇയാൾ കാട്ടി വെച്ചത് കണ്ടില്ലേ? നീ മൂക്ക് പൊത്തിയും കൊണ്ടല്ലേ പുറത്തേക്ക് വന്നത്, അതുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കണമെന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലേ? നിധീൻ്റെ ചോദ്യം ചെയ്യലിൽ ഭാസ്കറിനൊന്നും പറയാനില്ല കേട്ടോ. നിധി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ സുഭാഷ് ഏട്ടനാണ് എല്ലാവരും വഷളാക്കിയത്. എല്ലാവർക്കും ഓവർ സ്പേസ് കൊടുത്തോണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ചെറുപ്പം മുതൽ ഇതൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്ത് സ്വഭാവമാണത്? ഒരു ചെറിയ കാര്യം മതി അതുമ്പോൾ പിടിച്ച് തൂങ്ങി അടിച്ച് തല്ലി പിരിഞ്ഞ് ഉരുണ്ട് എന്ത് സ്വഭാവമാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് ഷൗട്ട് ചെയ്യാണ് കേട്ടോ അവരെ. സുഭാഷ് ഏട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, മോളെ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, അവരിനി വഴക്കുണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇനി എങ്ങാനും ഇവർ വഴക്കുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് പറയാം കേട്ടോ. അത് കേട്ടപ്പോൾ സുധീഷിന് നല്ല സങ്കടമാവുന്നുണ്ട്. അവൻ അപ്പം തന്നെ അകത്തേക്ക് പോവാണ്. അവൾ പിന്നെ നോക്കിയത് ഹരീഷിനെയാട്ടോ. അവളുടെ തറപ്പിച്ചുള്ള നോട്ടം കണ്ടപ്പോൾ അവനും തല താത്തിയിട്ട് വേഗം അകത്തേക്ക് പോവാണ്. പിന്നെ അവൾ ഭാസ്കരനെയാണ് നോക്കുന്നത്. ഭാസ്കരനാണെങ്കിൽ ഈശ്വര ഇനിയിപ്പോൾ എൻ്റെ മേലേക്കാണല്ലോ, വേഗം ഇവിടെ നിന്ന് സ്കൂട്ടാവാന്നും മെല്ലെ മനസ്സിൽ പറഞ്ഞിട്ട് സൈക്കിൾ എടുത്തിട്ട് വേഗം അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷവും ചിരിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ സുഭാഷ് ഏട്ടൻ. കാരണം അവളാണല്ലോ എല്ലാവരെയും മാറ്റിയെടുത്തത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇന്നേ വരെ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നില്ലല്ലോ. നികേഷിൻ്റെ മുഖത്താണെങ്കിൽ ഭയങ്കര വിഷമം കേട്ടോ. നിധി പോകുമെന്ന് പറഞ്ഞതാണ് അവനെ സ്റ്റെക്ക് ചെയ്ത് നിർത്തിയത് അവിടെ. അത് കണ്ടപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ നികേഷ്, എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ടാണോ? അപ്പോൾ അവൻ പറയുന്നത്, നേരത്തെ ഞാൻ എപ്പോഴും അത് പറയുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ലടാ ഞാൻ പോവില്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അവരെപ്പോഴും വഴക്കാ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വഴക്ക്. എന്താണത്? എനിക്കത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞൊരു കള്ളല്ലടാ, നീ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവനെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നെ അവരകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം അവർ വഴക്കുണ്ടാക്കും ഇല്ലേ എന്നൊക്കെ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ ബൈ, താങ്ക്